ശരത്ത്, ഏതൊക്കെ മന്ത്രിമാർ ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞു? ചായ സൽക്കാരത്തിൽ ആരൊക്കെ നിൽക്കുന്നുണ്ട്? വിനീത, ഏതായാലും മുഴുവൻ മന്ത്രിമാരും ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഏകദേശം ബഹുഭൂരിഭാഗം മന്ത്രിമാരും ഇപ്പോൾ രാജ്ഭവൻ വളപ്പ് വിട്ടുപോയിരിക്കുന്നു. മന്ത്രിമാരായ ചിഞ്ചുറാണി, അതുപോലെ തന്നെ പി പ്രസാദ്, എം പി രാജേഷ്, പി രാജീവ് അടക്കം ഏകദേശം ഈ മന്ത്രിസഭയിലെ 10-ലേറെ മന്ത്രിമാർ ഇപ്പോൾ തന്നെ ഈ രാജ്ഭവൻ വളപ്പ് വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത് സ്പീക്കർ ഷംസീറും ഈ ചായ സൽക്കാര ചടങ്ങിന് നിന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാഹനവും അല്പസമയം മുൻപ് രാജ്ഭവനിൽ നിന്ന് പോയിരിക്കുന്നു. തീർച്ചയായും അതായത് ശരത്ത്, സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇപ്പോൾ രൂക്ഷമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാർ കൂടി ചടങ്ങ് ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് മന്ത്രിസഭയൊട്ടാകെ നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനീത, ഇത് സംബന്ധിച്ചൊരു മന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ്. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മന്ത്രിമാരെത്തുമ്പോൾ ആ ഒരു ആതിഥേയ മര്യാദ കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്വം കാണിക്കുന്ന വിധത്തിലായിരുന്നില്ല ഗവർണറുടെ പെരുമാറ്റം. അദ്ദേഹം മുഖ്യമന്ത്രിയോട്, അതുപോലെ തന്നെ സഹമന്ത്രിമാരോട് എല്ലാം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉടനീളം കാണിച്ച സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ നിൽക്കാഞ്ഞത് എന്നായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മന്ത്രി നമ്മളോട് പ്രതികരിച്ചത്. നേരത്തെ നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് കുറേ കാലങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും നേർക്കുനേർ മുഖാമുഖം വരുമ്പോൾ എന്തായിരിക്കും ഇരു കൂട്ടരുടെയും സമീപനം എന്നായിരുന്നു. അതിൽ ഇപ്പോൾ ആ ഒരു മുഖാമുഖം കണ്ടപ്പോഴും ഏറ്റുമുട്ടലിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം മന്ത്രിസഭ ഒന്നടങ്കം കൈക്കൊള്ളുന്നു. ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും ഒരു സാധ്യതയുമില്ല എന്നുള്ള നിലപാട് തന്നെയാണ്, ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇപ്പോൾ മന്ത്രിസഭ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. മുഴുവൻ മന്ത്രിമാരും ഈ രാജ്ഭവൻ വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നു. കടുത്ത അതൃപ്തി തന്നെ മന്ത്രിമാർ രേഖപ്പെടുത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിച്ച നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ 2 മന്ത്രിമാർക്ക് മറ്റ് അംഗങ്ങൾ അവർക്ക് ബൊക്കെയൊക്കെ തന്നെ നൽകി അഭിനന്ദനം, ആശംസ നേർന്ന ശേഷം തൊട്ടു പിന്നാലെ അവർ രാജ്ഭവനിൽ നിന്ന് മടങ്ങുന്ന കാഴ്ച. മന്ത്രിമാരൊക്കെ തന്നെ ഇവർക്ക് ബൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ആദ്യം പുറത്തേക്ക് പോയത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ സജി ചെറിയാൻ, അതുപോലെ തന്നെ എം പി രാജേഷ് തുടങ്ങിയ മന്ത്രിമാരും രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് ഏതായാലും ഗവർണർ മറ്റ് തുടർ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള സാധ്യത കാണുന്നില്ല. അദ്ദേഹം ഇന്ന് രാജ്ഭവനിൽ തന്നെ തുടരുകയാണ്. നാളെ അദ്ദേഹം ഈ മറ്റ് പൊതുപരിപാടികൾക്കായി പുറത്തേക്ക് പോവുകയാണ്, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാവുക. കഴിഞ്ഞ ദിവസം അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പൂർണ്ണമായും പങ്കെടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിൽ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീരസവും പ്രകടിപ്പിച്ചിരുന്നില്ല.